ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബ്രീത്തിങ്ങിനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. 3 പ്രാവശ്യം സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, എംപറർ കാർഡ്, സ്റ്റാർ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് സോർഡ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ജസ്റ്റിസ് കാർഡ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എംപറർ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ കറൻ്റ്ലി ഒരു ജോബ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫിലായാലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോബോ കരിയറോ ബിസിനസ്സോ, അപ്പോൾ എന്തായാലും അദ്ദേഹം ആ ഒരു ബോൾഡ്നെസ്സോട് കൂടി ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റിൽ ഒരുപാട് ട്രോമാസ് നടന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ. ആൻഡ് വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടണമെന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്കിവിടെ കാണുന്നത്. പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി എന്തെല്ലാം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ആ ഒരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിനുള്ള റിസൾട്ട് ആ ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നല്ല ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കരിയറിൻ്റെ കേസിലായിക്കോട്ടെ, ഫിനാൻസോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിലായാലും ഒരു ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ്. ഓക്കെ, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ കരിയറിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാനമാറ്റോ, അല്ലെങ്കിൽ കരിയർ ചേഞ്ച് ചെയ്യാനോ, അല്ലെങ്കിൽ പുതിയ സ്കിൽസ് പഠിക്കുകയോ, അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് പോലെ ആ ഒരു വ്യക്തി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും അതിലും ഒരു റിസ്ക് എടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടാകും. ആ ഒരു വ്യക്തി അത് മറികടക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റിയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടെങ്കിൽ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ആ ഒരു വ്യക്തി തയ്യാറായാണ് ഇപ്പോൾ കറൻ്റ്ലി കാണുന്നത്. അവർ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് കാണുന്നത്. ഒരു പെട്ടെന്നൊരു ആക്ഷൻസ് ഒന്നും എടുത്തൊന്നും വരത്തില്ല, പക്ഷേ ചെറിയ ചെറിയ സ്റ്റെപ്സ് അവർ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് ഇമോഷണലി നോക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെയധികം റൊമാൻറ്റിക്കാണ് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു ലവും കെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുമുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു വ്യക്തി റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയും നിങ്ങൾക്കിടയിൽ ആ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്.
ആൻഡ് നെക്സ്റ്റ് നമുക്ക് 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള കുറച്ച് ട്രോമാസ് അല്ലെങ്കിൽ ബാക്ക് സ്റ്റാബ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് രീതിയിൽ ഹേർട്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, റീസെൻ്റ്ലി ആകാനാണ് ചാൻസസ്. സോ അതിൽ നിന്നും ഹീലാകണം അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്ത് ഓവർകം ചെയ്ത് അദ്ദേഹത്തിന് പുറത്ത് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു സ്പേസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ സൈലൻ്റായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പാസ്റ്റിൽ നടന്നിട്ടുള്ള വൂണ്ട്, ഓക്കെ, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം. എന്നിരുന്നാലും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വേണ്ടത് ആ ഒരു മെൻ്റൽ പീസ് ആൻഡ് ഇമോഷണലി ആ ഒരു വ്യക്തി സ്റ്റേബിളായി മാറണം. ഓക്കെ, സോ അതിനാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ടൈം എടുക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി ഹീലാകുകയും അതിൽ നിന്ന് പുറത്ത് വരികയും ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഫ്യൂച്ചറിൽ നോക്കുമ്പോഴത്തേക്കും 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോങ് ടേം ഫാമിലി ഗോൾ പോലെ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഫ്യൂച്ചർ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാരേജ് ആകാം, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ, ഇപ്പോൾ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നതാവാം, വെൽത്ത് ഉണ്ടാക്കുന്നതാകാം. സോ അതൊക്കെ ഒരു വ്യക്തി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ്, ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി ഈ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു മെൻ്റൽ പീസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഹീലാകണമെന്നുള്ളത്, അതൊക്കെ ആ ഒരു വ്യക്തി അതിൽ നിന്നൊക്കെ പുറത്തെന്തായാലും പെട്ടെന്ന് തന്നെ വരും. ആൻഡ് ഇതിന് വേണ്ടിയിട്ട്, ഓക്കെ, അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ആക്ഷൻസ് എടുക്കും എന്നുള്ളത് കാണുന്നുണ്ട്. വളരെ രീതിയിൽ റഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഡീപ്ലി കമ്മിറ്റഡ് ആണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ആ ഒരു വ്യക്തി ഡ്രീം ചെയ്യുന്നുണ്ട്. ചില സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരുമെന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, അതുപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി സെൽഫ് കെയർ, അതുപോലെ തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റിലൊക്കെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, സെൽഫ് ഗ്രോത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഫിനാൻഷ്യലി ആയാലും എല്ലാത്തിലും ആ ഒരു വ്യക്തിക്ക് ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളതാണ്. ഫിനാൻഷ്യലി മാത്രമല്ല, ഇമോഷണലി ആയാലും ഇൻഡിപെൻഡൻ്റ് ആകണം. ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അഗെയിൻ ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. ആ ഒരു ഗ്രൗണ്ടഡായിട്ടും അതുപോലെ തന്നെ സ്റ്റേബിളായിട്ടും ലോയലായിട്ടും പ്രൊട്ടക്റ്റീവായിട്ടൊക്കെ ആ ഒരു വ്യക്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ജസ്റ്റിസ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു വ്യക്തി പാസ്റ്റിൽ ഒരുപാട് ലൈക്ക് ട്രോമാസ് പറഞ്ഞല്ലോ, അതുപോലെ ആ ഒരു പാസ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് ചില മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാകും. ഓക്കെ, മേ ബി അത് നിങ്ങളും ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ടായിരിക്കാം. അപ്പോൾ അതിന് സംബന്ധിച്ച് ഉള്ള കോൺസിക്വൻസൊക്കെ ആ ഒരു വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണ തന്നെ ആയിരിക്കാം. അപ്പം അതിങ്ങനെ കുറേ നാളുകൊണ്ട് ഇങ്ങനെ എന്താണ് സത്യമെന്നറിയാണ്ട് ഒരു തെറ്റിദ്ധാരണ പോലെ, ഒരു ക്ലാഷ് പോലെ നിങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് സത്യം എന്നുള്ളത് പുറത്തു വരാൻ പോകുന്നു. ആ ഒരു റിയൽ ലവ് എന്താണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നു. സത്യം യൂണിവേഴ്സ് ഉടനെ തന്നെ റിവീൽ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ കറൻ്റ്ലി ആ ഒരു വ്യക്തി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്, സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഓഫർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നോക്കിയപ്പം ഏസ് ഓഫ് കപ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്ത് പുതിയൊരു ബിഗിനിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകണമെന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഒരു റീയൂണിയൻ നോക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ്റെ ചാൻസ് ഇവിടെ നമുക്ക് കാണാം. ആൻഡ് അഗെയിൻ ഈ പുതിയൊരു ചാപ്റ്റർ, ലവിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനും ആ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും ഇടയിലുള്ള ഒരു ബോണ്ട് സ്ട്രോങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വെച്ചതെന്ന് മനസ്സിലാക്കുക. പുതിയൊരു ബിഗിനിങ് നിങ്ങൾക്കിടയിൽ വരാൻ പോകുന്നു. സോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരുടെ സൈഡിൽ നിന്നും റെഡിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഓവറോൾ റീഡിങ്സിൽ വന്നിരിക്കുന്നത്. സോ ആ ഒരു വ്യക്തി ഒരു ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നല്ല സമയം വരാൻ പോകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.